വെൽക്കം ടു മരിയൻ ആയുർവേദ. ഈ ഒരു എപ്പിസോഡിൽ നാം ചിന്തിക്കുന്നത് നമ്മൾ കഴിക്കുന്ന അവൽ എന്ന് പറയുന്ന ഒരു ഭക്ഷണ പദാർത്ഥത്തെ കുറിച്ചാണ്. നമ്മളെല്ലാം വളരെ കോമൺ ആയിട്ട് നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കുന്നതാണ്. ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് എനിക്ക് കുറച്ച് പേരൊക്കെ വന്നു കഴിഞ്ഞാൽ പല രോഗങ്ങളും വർദ്ധിച്ചതിൻ്റെ പുറകിലേക്ക് നോക്കുമ്പോൾ അവർ കഴിച്ചതിന് ശേഷമാണ് ഇത് വർദ്ധിച്ചതെന്നൊക്കെ കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇത് പൊട്ടയാണെന്നൊന്നും അല്ല, ഇത് വളരെ നല്ല ഗുണവശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്താണ് അവിൽ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശ്ശൂർ. നമ്മളിപ്പോൾ മക്കൾക്ക് കൊടുക്കാനായിട്ട് അത് മായമില്ലാത്ത അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കെമിക്കലുകൾ ഇല്ലാത്ത ഒരു ഭക്ഷണം കൊടുക്കാൻ നമ്മൾ പരുതുമ്പോൾ, അല്ലെങ്കിൽ മക്കൾ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ എന്ത് കൊടുക്കണം എന്ന് ചിന്തിക്കുമ്പോൾ പലരുടെയും മുമ്പിൽ കൊടുക്കാവുന്ന നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ഒരു പലഹാരമായിട്ടാണ് നമ്മൾ അവിലിനെ കാണുന്നത്. അവില് ശർക്കരയും തേങ്ങയും ഒക്കെ കൂട്ടി കുഴച്ച് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അവര് കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ വ്യക്തത ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവൽ എന്ന് പറയുന്ന ഭക്ഷണ പദാർത്ഥത്തെ ആയുർവേദം ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ ഗുരുപ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഗൗരവം അല്ലെങ്കിൽ പാർത്ഥിവാംശമുള്ള അല്ലെങ്കിൽ ഭയങ്കരമായി ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പദാർത്ഥമായിട്ടാണ് അവിലിനെ ആയുർവേദം കണക്കാക്കുന്നത്. എന്താണ് അതിൽ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ രണ്ടും നെല്ലിൽ നിന്ന് ലഭിക്കുന്നതാണ്. അരിയും അല്ലെങ്കിൽ ചോറും, നമ്മൾ കഴിക്കുന്ന ചോറും അവലും എല്ലാം നെല്ലിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ കമ്പാരിറ്റീവ്ലി ചോറ് നമുക്ക് വളരെ പെട്ടെന്ന് ദഹിക്കും. ചോറുണ്ടായിരുന്നു നമുക്ക് ദഹിക്കും. പക്ഷേ ചോറിന്റെ അതേ ക്വാണ്ടിറ്റി നമ്മൾ അവില് കഴിച്ചാൽ പിന്നെ നമുക്ക് ദഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് നമുക്ക് ചോറിന്റെ പ്രോസസ്സ് നമുക്കറിയാം. അതിനെ നമ്മൾ നെല്ലിനെ വേവിച്ച് പുഴുങ്ങിയെടുത്ത് അതിൽ നിന്നൊക്കെയാണ് നമ്മൾ അരി എടുക്കുന്നത്. അരി എടുത്ത് നമ്മൾ അത് കുക്കറിൽ അല്ലെങ്കിൽ കലത്തിലിട്ട് കുറേ നേരം വേവിച്ചതിന് ശേഷമാണ് നമ്മൾ അതിനെ ചോറാക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വയറ്റിൽ വെച്ച് നടക്കേണ്ട, ഉദരത്തിൽ നടക്കേണ്ട പല പ്രോസസ്സുകളും, ദഹിപ്പിക്കാൻ വേണ്ട പല പ്രോസസ്സുകളും ഓൾറെഡി കഴിഞ്ഞിട്ടാണ് നമ്മൾ ചോറുണ്ണുന്നത്. അതേസമയം നെല്ലിൽ നിന്നും നേരെ വെള്ളത്തിലിട്ട് കുതിർത്ത് അതിനൊന്ന് ഡ്രൈ ചെയ്ത് ചതച്ചെടുക്കുകയാണ് അവിലെന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ചെയ്യുന്നത്. അതായത് ഈ അരിയല്ല ചോറാവുന്നതിന് മുമ്പുള്ള പല പ്രോസസ്സുകളും അവിലിൽ നഷ്ടപ്പെടുന്നുണ്ട്. അതായത് പറഞ്ഞതിന്റെ കാരണം എന്ന് വെച്ചാൽ ദഹിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് കമ്പാരിറ്റീവ്ലി ചോറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ രോഗത്തിന്റെയും അടിസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദഹന പ്രശ്നങ്ങളാണ്. നമ്മുടെ വയറിൽ നമ്മൾ പറയും ഉദരം ചികിത്സിച്ചാൽ, ഉദരരോഗം മാറ്റി, ഉദരത്തിലുള്ള അവസ്ഥകൾ മാറ്റി കഴിഞ്ഞാൽ എല്ലാ രോഗത്തിനും ചികിത്സിക്കാം എന്നൊക്കെ പറയും. അത് ഞാൻ പലപ്പോഴും അഡിനോയിഡുള്ള കുട്ടികളൊക്കെ ചികിത്സിക്കുമ്പോൾ ഞാൻ പറയും പരമാവധി ബിസ്ക്കറ്റ് പോലെയുള്ള ആർട്ടിഫിഷ്യൽ കെമിക്കൽസ് ചേർത്തുള്ള ഭക്ഷണം ഒഴിവാക്കണം എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും മാതാപിതാക്കളുടെ കയ്യിൽ വരുന്ന ഒരു ചോയ്സ് എന്ന് പറയുന്നത് പലപ്പോഴും അവിലാണ്. പക്ഷെ അവർ കഴിച്ചു കഴിയുമ്പോഴും കുട്ടികൾക്ക് രോഗം വർദ്ധിക്കുന്നതായിട്ട് നമ്മൾ ഒരുപാട് വട്ടം കാണുന്നത്. അതിന്റെ കാരണം ഇതാണ്, അവർ ദഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ തേങ്ങയും ശർക്കരയൊക്കെ ചേർക്കുമ്പോൾ ഒന്നും കൂടി ദഹിക്കാൻ ബുദ്ധിമുട്ടാവും. ഇപ്പൊ നമ്മൾ അഡിനോയിഡ് എന്ന് പറയുന്ന രോഗം, അല്ലെങ്കിൽ കഫവൃദ്ധി ഉണ്ടാക്കുന്ന, തലയിൽ കഫം നിറയുന്നത്, അല്ലെങ്കിൽ സൈനസൈറ്റിസ്, അല്ലെങ്കിൽ അങ്ങനെ പല രോഗങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് വയറാണ്. ശരിക്കും പ്രോപ്പറായിട്ട് ദഹിച്ചിരിക്കുന്നത് ഒരു ദുഷിച്ച കഫമായിട്ട് മാറുകയും അഡിനോയിഡ് ഗ്രന്ഥി വലുതാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഏത് രോഗങ്ങളും. അല്ലെങ്കിൽ പനിയുള്ള ഒരു കുട്ടിക്ക് നമുക്ക് എപ്പോഴും ജലദോഷവും പനിയൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ അവില് കഴിച്ചു കഴിഞ്ഞാൽ ഈ പനി വർദ്ധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവിലിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, അവില് ദഹിപ്പിക്കണമെങ്കിൽ നല്ല ശക്തി വേണം, ദഹനശക്തി നന്നായിട്ട് വേണം. ദഹിച്ചില്ലെങ്കിൽ ഇതെല്ലാം രോഗമായിട്ട് മാറ്റും. അപ്പോൾ നമുക്ക് നല്ല ദഹനശക്തി, നല്ല കായികാധ്വാനമുള്ള ഒരാൾക്കൊക്കെ ആണെങ്കിൽ അവില് കഴിക്കാം. അല്ലെങ്കിൽ അവില് കഴിക്കുന്നതിൻ്റെ അളവ് നമ്മൾ വളരെ കുറച്ചേ പാടുള്ളൂ. അല്ലെങ്കിൽ കുറേ അവില് കഴിക്കുന്ന ടേസ്റ്റിന് വെച്ചിട്ട് കുറേ ഇരുന്ന് കഴിച്ചാൽ പിന്നെ നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കുമ്പോഴേക്കും അത് ഇൻഡൈജഷന് കാരണമാവുകയും മൂക്കൊലിപ്പ്, ജലദോഷം, പനി, അങ്ങനെ രോഗപ്രതിരോധ ശക്തി കുറയുന്നതിനും കാരണമായിട്ട് മാറും. അപ്പോൾ അവില് വളരെ നല്ലതാണ്. പക്ഷേ അത് മിനിമം എമൗണ്ടിൽ കഴിക്കുക. അല്ലെങ്കിൽ ദഹനശക്തി കുറവുള്ള ഒരാളാണ്, എന്ത് കഴിച്ചാലും ദഹിക്കില്ല, എപ്പോഴും പനി വരുന്ന കുട്ടി, എപ്പോഴും ജലദോഷം ചുമയുള്ള കുട്ടിയൊക്കെ ആണെങ്കിൽ അവിൽ എന്ന് ഭക്ഷണം പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. ഞാൻ വീണ്ടും പറയാണ്, നമ്മൾ പലപ്പോഴും അവില് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ രോഗങ്ങളും വർദ്ധിക്കുന്നു. ഇപ്പോൾ നമ്മളൊരു പ്രമേഹ രോഗിയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റു പല രോഗങ്ങൾ, പ്രമേഹം വരാം, പ്രഷർ, BP ഉള്ള ഒരാൾ, കൊളസ്ട്രോൾ ഉള്ള ആൾ, കൊളസ്ട്രോളിലൊക്കെ ഒരു അടിസ്ഥാനപരമായിട്ട് ദഹന പ്രശ്നങ്ങളാണ് ഈ കൊളസ്ട്രോളിലൊക്കെ വഴിവെക്കുന്നത്. നമ്മൾ അവരല്ലേ കുഴപ്പമില്ല, കാർബോഹൈഡ്രേറ്റ് അല്ലേ കുഴപ്പമില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇത് ഭയങ്കര ദഹിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇതുപോലെ വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.